തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ വൻ കവർച്ച നടന്നതായി അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മി ബായിയുടെ പരാതിയിൽ പേരൂർക്കട പോലീസ് കേസെടുത്തു. അമൂല്യ രത്നങ്ങളടക്കമുള്ള ആഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്. മോഷണം പോയവയിൽ പരമ്പരാഗതമായി കൈമാറി വന്നിരുന്ന അമൂല്യ വജ്രങ്ങൾ പതിച്ച ആഭരണങ്ങളും ഉൾപ്പെടുന്നു. 2025 നവംബർ മാസത്തിൽ ബംഗളൂരുവിലേക്ക് പോകുന്നതിന് മുൻപായി അലമാര തുറന്നപ്പോഴാണ് ആഭരണങ്ങൾ അവിടെ ഇല്ല എന്ന് മനസ്സിലായത്. അതിന് 10 ദിവസം മുൻപ് വരെ ആഭരണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നാണ് പരാതിയിൽ പറയുന്നത്. കൊട്ടാരത്തിലുള്ളവർ തന്നെ ഉപയോഗിക്കാൻ എടുത്തതാവുമെന്ന് കരുതി കുടുംബാംഗങ്ങൾക്കിടയിൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്വേഷണം നടത്തി. ഇല്ലെന്ന് മനസ്സിലായതോടെയാണ് മോഷണമാണെന്ന സംശയത്തിൽ പോലീസിൽ പരാതി നൽകിയത്. നേർത്ത ചെയിനിൽ പത്മനാഭസ്വാമിയുടെ ചിത്രം ആലേഖനം ചെയ്ത സ്വർണ്ണ പതക്കവും 1 പവൻ വീതം തൂക്കം വരുന്ന 5 കുതിരപ്പവൻ നാണയങ്ങളും ഉൾപ്പെടെ 2 കോടിയോളം രൂപ വില വരുന്ന മുതലുകളാണ് മോഷണം പോയത്. 1931 തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവാണ് കവടിയാർ കൊട്ടാരം പണി കഴിപ്പിച്ചത്. 1934 തന്റെ അനുജത്തി മഹാറാണി കാർത്തിക തിരുനാൾ ലക്ഷ്മി ഭായിയുടെയും ലഫ്റ്റനന്റ് കേണൽ ഗോദവർമ്മ രാജയുടെയും വിവാഹത്തോടനുബന്ധിച്ചാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള കൊട്ടാരം അദ്ദേഹം പണി കഴിപ്പിച്ചത്. 1971 തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ സ്വത്തുവകകൾ തിരുവിതാംകൂർ റാണിമാർ ആയിരുന്ന സേതു ലക്ഷ്മിബായിയുടെയും സേതു പാർവതിബായിയുടെയും സന്തതി പരമ്പരകൾക്കായി സമമായി വീതം വെച്ചു. കവടിയാർ കൊട്ടാരം പണിതത് സേതു പാർവതിബായിയുടെ മകനായ ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കൊട്ടാരം സേതു പാർവതിബായിയുടെയും ശ്രീ ചിത്തിര തിരുനാളിന്റെയും പിൻഗാമികൾക്ക് അവകാശപ്പെട്ടതാണ്. ന്യൂസ് ഡെസ്ക് കേരള പ്രണാമം.